ആ നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? സാധാരണ പൂജ മന്ത്രം എന്നൊക്കെ പറഞ്ഞ പോലെ രാത്രി എത്ര വൈകിയാലും വരാറുണ്ടല്ലോ. ഇന്നലെ എന്താ പറ്റി? രാത്രി തന്നെ വരണച്ചിട്ട് അങ്ങനെ വരലുള്ളത് തന്നെയുള്ളോ? ആ സലാമ് പറ്റിച്ച പണിയാന്നേ. സലാം ഇങ്ങടെ സഹായിയല്ലേ? ഞാൻ വിചാരിച്ചു ഇങ്ങടെ കള്ളത്തരൊക്കെ പൊളിഞ്ഞ് ആൾക്കാർ പിടിച്ചു കെട്ടിയിട്ടുണ്ടാവും. ആ കള്ളത്തരം പൊളിയാ. വീടിച്ച് കെട്ടിട്ടവും കള്ളത്തരം പൊളിഞ്ഞൊന്നല്ല. ഞങ്ങൾ ഇന്നലെ പൂജക്ക് പോയ വീടിന്റെ പടിക്കലെത്തിയപ്പോ ഇവൻ പറഞ്ഞു, സലാമ് പറഞ്ഞു, അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, അത് ഞാൻ അറിയണ വീടാണ് പറഞ്ഞു. അപ്പൊ അവനെ അറിയണ വീട്ടിലേക്ക് അവനായിട്ട് എങ്ങനെ പോകാൻ പറ്റുക? സംഗതി മൊത്തം പൊളിയില്ലേ. എന്നിട്ട് ഇജ്ജൊരു പഠിക്കല് നിന്നോ, ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാ, ഇവിടെ തന്നെ നിന്നോ പറഞ്ഞു. അങ്ങനെ അവനെ പഠിക്കലെടുത്തിട്ട് ഞാൻ ആ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ പൂജയുടെ കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഈ കിണ്ടിയില് വെള്ളം എടുത്തിട്ടേ, ഇപ്പൊ ഇവിടെ പഠിക്കലിട്ടുണ്ടല്ലോ, ഞാൻ ഈ കിണ്ടിയില് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ ശുദ്ധിയാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കിയതാ. ഇവ അത് അവിടെ നിന്ന് കണ്ടിട്ട് ഇവൻ വിചാരിച്ചു ഞാൻ ഇവനോട് മാറിക്കോ എന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അവ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഒഴിഞ്ഞു പോയി തറേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കിണ്ടി വെള്ളം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഞാനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. ഞാനിങ്ങനെയൊക്കെ വീണ്ടും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതായിട്ട് ബുബം വിചാരിച്ചെന്താ, ഓടിക്കോ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇനി അവിടെ നിക്കണ്ടെന്നാണ് വിചാരിച്ചിട്ട് ഇവ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ കാര്യങ്ങളും ഞാൻ അറിയണില്ലല്ലോ. ഞാൻ ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 12 മണി 1 മണി ആയിണ്ടാവും. ഞാൻ ശരി എന്നാ ഇവരോട് ശരി പോവട്ടോ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ പഠിക്കല് ഇവനെ കാണാനില്ല കേട്ടോ. എന്ത് ചെയ്യും ഇങ്ങോട്ട് പോരാന്. അങ്ങനെ ഞാന് അവന് ഫോൺ ചെയ്തു, സലാമയ്യ എവിടെ വെച്ച്, എന്നോടല്ലേ നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ പൊയ്ക്കോളാൻ കാണിച്ച്. അത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോഴും ഞാൻ ഇതാണ് ഈ പൊട്ടൻ ഏത് കണ്ടിട്ടാണ് പോയി എന്നുള്ള വിവരം ഞാൻ അറിയില്ല. ഞാൻ രാത്രി ഒന്ന് വാടാന്ന് പറഞ്ഞാൽ ഈ നേരത്ത് അങ്ങോട്ട് വരാൻ പേടിയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ പിന്നെ അടക്കല്ല, ഞാൻ ഈ വീട്ടിലെ ആൾക്കാർ കിടക്കണ്ടേ, വീട്ടിലുള്ള ആൾക്കാർ കിടക്കുന്ന വരെ ഞാൻ അവരെ പഠിക്കലിരുന്ന്. അവര് കിടന്നപ്പോ പതുക്കെ അവരെ വീടിന്റെ ഉമ്മർത്ത് വന്ന് ചുരുണ്ട്. അവരൊക്കെ നീക്കണതിന്റെ മുന്നേ നീച്ചു പോന്ന്. പിന്നെ അവിടെ കുറെ നടന്ന് ബസ്സൊക്കെ കിട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ. ഒന്നും പറയണ്ട, മനുഷ്യ ആകെ എട്ടങ്ങാറായി. ഇത്ര കാലം പോയിട്ട് ഇങ്ങനെ ഒരു കുടുങ്ങിയിട്ടില്ല. ഇത് മഴയാണിത്, കാലത്തങ്ങോട്ട് തുടങ്ങിയ മഴ. വെള്ളാണല്ലോ, വെള്ളം ഊത്തലടിച്ചിട്ടാണത്. അതിപ്പോ ഇങ്ങനെ നടന്ന് തുടക്കുന്ന എന്തിനാ? അത് ലാസ്റ്റ് ഒന്നിച്ച് കൊടുത്താൽ മതി. അതിന് ഊത്തലടിച്ച് അവിടെ ഒക്കെ ഇനി വീണ്ടും വെള്ളവും. അത് ശരി, ഇവിടെ വന്ന് ഇരിക്കണ്ട, പെട്ടെന്ന് ഒരാള് കയറി വന്ന് ഇരിക്കാൻ ആകെ വെള്ളത്തിലല്ലേ ഇരിക്കുന്നത്. എന്തല്ലേ എന്തപ്പോ മഴ എങ്ങനെ അയ്യ? ആ ഫോണിന്റെ അടുത്താ അതോ? അത് നിങ്ങൾക്കാണ് എടുത്തോടെ, നിങ്ങളെ അടുത്തല്ലേ ഇരിക്കണത്. ഞാനിപ്പോ എടുക്കണേ ഇവിടെ നീക്കണ്ടേ. ഇങ്ങനെ ഒരു മടിയനായ മനുഷ്യൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മടിയോണ്ടല്ല, ഈ തണുപ്പത്തെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആയതാ. ഇവിടെ അങ്ങോട്ട് നീക്കാൻ വയ്യ, അതുകൊണ്ടാ. അപ്പൊ ഇന്ന് എങ്ങോട്ടും പോകാനുള്ള ഉദ്ദേശം ഇല്ലേ? എവിടേക്ക് പോണ്? നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോവാ, അല്ലാണ്ട് എന്താ? എന്ത് ജോലിക്ക് പോണ ഈ കാര്യം പറഞ്ഞു? ഈ പെയിന്റിങ് അല്ലേ. എനിക്കൊന്നും വയ്യ ഈ പെയിന്റിങ്ങിനൊക്കെ പോയിട്ട്. ഒരു പൂജ കിട്ടി കഴിഞ്ഞാലേ 4 പൂവും കുറച്ച് ഭസ്മും വാരിട്ട് കഴിഞ്ഞാ 5000-10000 കിട്ടും. ഇത് വൈകുന്നേരം വരെ പോയിട്ട് മറ്റുള്ളവന്റെ ചുമരുമ്പ് പല്ലി കയറുമ്പോലെ കേറിയിട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാ എന്താ കിട്ടുക? 1000 ഉറുപ്പിക കിട്ടും. എന്തിനാണ്? ഇന്നലെ ഇപ്പൊ ഒരു പൂജ കഴിഞ്ഞ് വന്നല്ലോ. ഇനി ഒരു പൂജ കിട്ടണമെങ്കിൽ എത്ര ദിവസം കഴിയും? പൂജക്ക് കിട്ടും, അതിപ്പോ അടുത്ത ആഴ്ച ഉണ്ട് പൂജ. അല്ല നിങ്ങളെ എന്താ അറിഞ്ഞിട്ട് ആൾക്കാര് പൂജക്ക് വിളിക്കണെന്നൊക്കെ അറിയാത്ത? നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ പൂജ ചെയ്യാറ്. ഞങ്ങൾക്ക് പൂജ ചെയ്യാറിയാണ്ട് പിന്നെ ഞാൻ ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് എന്തൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ട്, എന്തൊക്കെ ഒഴിപ്പിക്കല്, എന്തൊക്കെ പരിപാടികൾക്ക് എനിക്ക് വിളിക്കുന്നുണ്ട്. അത് അവര് എന്താ പറയാ, അല്ലെങ്കിൽ അണക്ക് ഇന്നൊരു വില ഇല്ല. അണക്ക് എന്റെ ഇതിനെ പറ്റിട്ടൊന്നും അതൊക്കെ നാട്ടുകാർക്ക് അറിയാം, എനിക്ക് എന്തൊക്കെ അറിയാന്നൊക്കെ ഉള്ളത്. ഈ കാലത്ത് ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെയൊക്കെ വിശ്വസിക്കാൻ പോകത്തില്ല. ആൾക്കാരുണ്ടാവൂലോ, അത് കാര്യം നടന്നിട്ട് തന്നെ ആൾക്കാർ വിളിക്കണേ, വെറുതെ ഒന്നും ആൾക്കാർ വിളിക്കില്ല. ഇന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യം ഉണ്ടാവും, അതുകൊണ്ട് തന്നെയല്ലേ ആൾക്കാർ വിളിക്കുന്നത്. അതായിക്കോട്ടെ. നിങ്ങളിപ്പോ ഈ നിങ്ങളുടെ പെയിന്റിങ് പണി നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? വേറെ ഇപ്പൊ ആലോചിക്കാറിന എന്ത്? ഒരു കണക്കിനേ ഒന്നും ആലോചിക്കാതിരിക്കണല്ലേ. ശരി, എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ടല്ലോ. നിങ്ങളിങ്ങനെ അത് ഇതൊന്നും പറയാതെ ഒന്ന് പോയി നോക്കി എന്തിനെങ്കിലും ഒന്ന് പോയി. എന്താ ഈ പറഞ്ഞു ഈ മഴയത്തൊക്കെ എങ്ങോട്ട് പോണെന്ന് ഈ പറയും? എന്താ മഴ? എനിക്കൊന്ന് മനസ്സിൽ ഒരു കണ്ണു ചോരല്ലാണ്ട് വർത്താനം പറഞ്ഞു. രാവിലെ മഴ അങ്ങോട്ട് തുടങ്ങിയ മഴയാണ്.
എന്താ ഇതൊക്കെ മഴയത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനായി പറയണേ? അപ്പൊ എത്ര ആൾക്കാർ ഈ മഴയത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ആ അവര് ഇതുപോലെ തന്നെയല്ലേ മഴ കൊണ്ടിട്ടും അതുപോലെ ഞാൻ എനിക്ക് പൂജയും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേക്ക് ഞാൻ ഇത് എന്തിനാ വെറുതെ ഈ പെയിന്റിങ്ങിനും ഇതിനൊക്കെ പോവാൻ. ഞങ്ങൾ അവിടെ ചൂളി പിടിച്ചിരുന്നോളെ, ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ അനക്കേ എന്താ പറയാ മനുഷ്യര് ഭാഗത്ത് ഇരിക്കണ എനക്ക് കണ്ടൂടാ. എന്നും അങ്ങനെ തന്നെ ഇതിങ്ങനെ ഗിരി 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 മനുഷ്യർ ഭാഗത്തിരിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു തൊഴിലും സൂര്യാണ്ട് അങ്ങനെ പറഞ്ഞു. ഈ ഒരു പണിതാ കുറച്ച് കട്ടൻ ചായ ഉണ്ടായിക്കാം. കട്ടൻ ചായ കുറച്ച് അരിമണി ഉണ്ടായിക്കോട്ടെ. മഴയത്ത് കട്ടൻ ചായയും അരിമണി ഇങ്ങനെ തിന്നാനേ നല്ല രസാ. വായ വേമാ.